നമ്മളെ മെമ്മറീസ് ഓഫ് മർഡർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ലാസ്റ്റത്തെ ആ ഒരു നോട്ട് ഉണ്ട്. നമ്മളെല്ലാം സാധാരണ കാണുന്ന ഒരു ഇങ്ങനത്തെ കുറ്റാന്വേഷണത്തിന്റെ എല്ലാം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് അറിയാം ആരെയായിരിക്കും പോലീസ് പിടിക്കുന്നത്. ലൈക്ക് അങ്ങനെ നടന്ന കഥകൾ. ഇതും നടന്ന കഥേനും കൊറിയയിൽ ഇത്രയും കുറെ കാലം ഇങ്ങനെ കുറെ ആൾക്കാരെ കൊന്നിട്ട് എത്രയോ വർഷം വെച്ചാൽ 17 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരെ പിന്നെ അടിവസ്ത്രം മറ്റേ എടുത്തിട്ട് ഒരേ തലയിലിട്ടിട്ടുള്ള അങ്ങനെ ഒരു സൈക്കോ കില്ലറിന്റെ കഥ. ഇവൻ ലാസ്റ്റ് ഇങ്ങനെ അവിടെ പോയിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ആ കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു ആരോ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ മറ്റേ ഈ 4th wall ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇയാൾ ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ ശരിക്ക് ഇയാൾ എവിടെയോ ഉണ്ട്. അന്നൊരു അയാൾ പിടിച്ചിട്ടില്ല. ആ സമയത്ത് സിനിമ ഇറങ്ങുമ്പോൾ പിടിച്ചിട്ടില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് 10-15 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് അയാൾ ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ നോക്കിയ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഈ കൂട്ടത്തിൽ ഇങ്ങനെ എവിടെയോ ഉണ്ട്. മാത്രമല്ല ആ ഡയറക്ടറിന്റെ ധൈര്യം ഒന്ന് സമ്മതിക്കണം. കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഇയാൾ എടുത്ത് ആ ഒരു പിന്നെ ഇതിൽ ആൾക്കാരുടെ ഇടയിൽ സൊസൈറ്റിയില എന്തൊരു ഭീതിയായിരിക്കും അവർക്ക്. ഇയാൾ ഇപ്പോഴും ഇയാൾ എവിടെയോ ഉണ്ടോ. ലൈക്ക് ആ ഒരു ഭയങ്കര ധൈര്യം തന്നെ അല്ലേ. കാരണം കുറ്റം കണ്ടുപിടിച്ചാലാണെങ്കിലും ഓക്കെ, കണ്ടുപിടിക്കാത്ത ഒരു കേസിന്റെ വില സിനിമ ഉണ്ടാക്കുക, എന്നിട്ട് ആൾക്കാരെ ഞെട്ടിക്കുക. അതിന്റെ റേഞ്ച് വേറെ വേണം.